നമസ്കാരം. അടൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായി പാർലമെന്റിലേക്ക് ജയിച്ചു പോയ ഒരു സന്ദർഭമാണ് ഞാൻ ആലോചിക്കുന്നത്. ചെറ്റക്കുടലിൽ നിന്ന് സാധാരണക്കാരുടെ പ്രതിനിധിയായി ഞാൻ പാർലമെന്റിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും, ഈ നാട് മുഴുവൻ ഞാൻ വികസിപ്പിക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല. അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടി അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് എനിക്കറിയാം. പിന്നീട് ഞാനവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. അതിനുശേഷം 96 ശേഷം ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ 10-30 വർഷത്തിന് ശേഷവും അടൂരിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ ഇതേ കൊടിക്കുന്നിൽ സുരേഷ് MP ആയി പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് കൊച്ചുതോട്ടമൊക്കെ കാഞ്ഞിരത്തുമൂട് പെരിങ്ങാട് എന്നൊക്കെ പറയുന്ന അന്ന് ഈ കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ച അതേ സ്ഥലങ്ങൾ അന്നത്തേതിനേക്കാൾ വളരെ പിന്നോക്കം പോയ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ കണ്ടത്. അതായത് മുമ്പ് ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു, സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ആ സർവീസ് നടത്തിയിരുന്ന ആ സ്ഥാനത്ത് വീതിയുള്ള റോഡായിരുന്നു. അതായത് ടാർ റോഡല്ലായിരുന്നു, മണ്ണിട്ട റോഡായിരുന്നു. ഈ കഴിഞ്ഞ പോക്കിന് ഞാൻ പോകുമ്പോൾ പെരിങ്ങാട് സ്കൂളിന്റെ ഏകദേശം ഒരു ഭാഗം കഴിഞ്ഞുള്ള ഒരു കയറ്റത്തിൽ 2 മീറ്ററോളം വീതിയിൽ, അല്ലെങ്കിൽ 2-2.25 മീറ്റർ, പരമാവധി പോയ 2.5 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റോഡ് കാലങ്ങൾ കഴിയുന്തോറും വികസിച്ച് വലുതാകുമെന്നാണ്. 4.5 മീറ്ററോളം ടാർ ചെയ്യേണ്ട ഒരു ഭാഗത്ത് അതിന്റെ പകുതി മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ആ കയറ്റത്തിൽ ചെയ്ത കോൺക്രീറ്റ് സത്യത്തിൽ ഒരു തടസ്സമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു വണ്ടിക്ക് കഷ്ടി കടന്നു പോകാം, ആ കയറ്റത്തിൽ മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുടുങ്ങിയത് തന്നെ. അതായത് ചുരുക്കം പറഞ്ഞാൽ ഫണ്ട് അടിച്ചു മാറ്റാൻ കോൺക്രീറ്റ് ചെയ്തു എന്ന് പേര് വരുത്തിയതല്ലാതെ യാതൊരു മാറ്റവും അന്നത്തിൽ നിന്ന് ഇന്നുണ്ടായിട്ടില്ല. അങ്ങാടികൾ മുഴുവൻ ക്ഷയിച്ചു, റോഡ് മുഴുവൻ നാശമായി, കാട് കയറി. എൻ്റെ തറവാട് വീടിന് മുന്നിൽ കൂടിയായിരുന്നു അക്കാലത്ത് ആൾക്കാർ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. അക്കാലത്ത് ചിതറ വാർഡ് മെമ്പർ ആദ്യമായിട്ട് 1-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ ചിതറ മുരളി എന്നാണ് പേര്. അദ്ദേഹം അവിടെ റോഡൊക്കെ എന്തൊക്കെയാക്കും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ അവിടെ കാട് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്നു. പലരും ഭരിച്ചു, പലരും ചെയ്തു, ഒരു കാര്യവുമില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കൈയിട്ട് വാരാനും കൊളയടിക്കാനും അല്ലാതെ ഇവറ്റകൾ കൊണ്ടൊന്നും പറ്റില്ല എന്നൊരവസ്ഥയിലെത്തി. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒരു പാർലമെന്റ് അംഗം മുതൽ ഒരു പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ഈ പറഞ്ഞത് ഇന്നും അങ്ങനെ തന്നെയാണ്. പോയി കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് എന്നെ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ആ പ്രദേശം ഒന്ന് സഞ്ചരിക്കണം. വണ്ടിക്കൂലിക്ക് പൈസ തരികയോ അല്ലെങ്കിൽ എണ്ണ അടിച്ച് തരികയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ പാർലമെന്റിൽ ആള് അയക്കുന്നത് എന്തിനാണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ മണ്ഡലത്തിന്റെ ഒക്കെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നിന്നൊരു MP പോണ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ മൊത്തം കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ അത് രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നതെങ്കിലോ ആ MP-യെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് പറയാം. ഞാൻ പറയുന്നത് വടകര MP ഷാഫി പറമ്പിലിനെയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം രാപ്പകൽ സമരം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ എന്തൊക്കെയോ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് പോലീസ് ലിസ്റ്റിലുള്ളവർ, കോൺസ്റ്റബിൾ ലിസ്റ്റിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള കുറേ ആൾക്കാർ അവിടെ മാസങ്ങളോളം കിടന്ന് അവരുടെ റാങ്ക് ലിസ്റ്റ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അവസാനം കാടിയും കുടിച്ച് മീശയും പിടിച്ച് പുല്ല് നിന്ന് പലതും ചെയ്തിട്ടും അതിൽ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്ന് നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അവരുടെ മുന്നിലാണ് ആശാ വർക്കേഴ്സായിട്ടുള്ള കുറച്ചു പേർ സമരം നടത്തിയത്. രാപ്പകൽ കുറെ സ്ത്രീകൾ, ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന, മിനിമം ശമ്പളം മാത്രം വാങ്ങുന്ന, മറ്റൊരു പണിക്ക് പോകാൻ അനുമതിയില്ലാത്ത ഒരു വിഭാഗം. അവരുടെ ദുഃഖങ്ങൾ ആരും കേട്ടില്ല, അവരുടെ സങ്കടങ്ങൾ ആരും കേട്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം അവരെ സന്ദർശിക്കുമ്പോൾ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതും കേട്ടു. സത്യത്തിൽ ഒരു പ്രതീക്ഷ എനിക്ക് അന്നേ ഉണ്ട്. കാര്യം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു കെൽപ്പുണ്ട്. അത് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല പാർലമെന്റിൽ അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷം അത് കേട്ടിരിക്കുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വെറുതെ കുറെ കുളാന്ന് അടിച്ചുവിടലല്ല ചെയ്യുന്നത്. ആവശ്യമുള്ള കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ പറയുന്നത് എന്ന് ഇന്നത്തെ ഭരണപക്ഷത്തിന് പോലും ഒരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ വളരെ വിശാലമായി ആശാ വർക്കേഴ്സിന്റെ ആവശ്യത്തെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചു. ഇന്നുവരെ മറ്റൊരു MP-യും സംസാരിക്കാത്ത വിധത്തിൽ കൃത്യമായ ചടുലമായ ഭാഷയിൽ, ആദ്യമായിട്ടല്ല അദ്ദേഹം പാർലമെന്റിൽ ഇത്തരത്തിൽ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഷാഫി പറമ്പിലിനെ പാർലമെന്റിലേക്ക് അയച്ചതിൽ വടകരക്കാർക്ക് അഭിമാനിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ മലയാളിക്ക് എല്ലാവർക്കും
ഒന്നാകെ സന്തോഷിക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കാണേണ്ടത് കാണേണ്ടതുപോലെ കാണാനും, കേൾക്കേണ്ടത് കേൾക്കേണ്ട സമയത്ത് കേൾക്കാനും, പറയേണ്ടതുപോലെ പറയേണ്ടടുത്ത് പറയാനും അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഷാഫിയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പാർലമെന്റിൽ ആശാവർക്കർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗം, ആ ഒരു പ്രകടനം, അത് കേൾക്കാതെ പോകുന്നത് ഒരു നഷ്ടം തന്നെയാണ്. നമുക്ക് കേൾക്കാമത്. So we are talking about accredited social health activists, Sir Asha workers, madam. The word Asha resounds with the hope in Malayalam, Tamil, Hindi and many other languages. But for the Asha workers themselves, their conditions are becoming hopeless day by day, hour by hour. So they are on the streets in front of the Secretariat of Trivandrum for last 30 days. They started their protest on February 10th and this is March 10th. They are still exposed to the sun. They are still exposed to the rain. Day and night they are protesting for their minimum wages, their social security benefits, their retirement benefits. Sir, no government is addressing their issues. Both the central and state. आपका विषय ये नहीं है. I have given the letter, ma'am. जी. मुद्दा तो एक ही है. We have given the letter. Sir, they are still exposed to the sun and the rain, the day and night. It's a dust and heat. There is not even a shade in front of them, above them to protect them. So no government is taking responsibility of these people and their demand. Both governments are in heated arguments about on whom to involve. Sir, while they are arguing, while they are debating, we, the people of Kerala and the representatives of them, we are kindly requesting, urging the central government to take actions to ensure that they get their minimum wages at least. They get their due, sir. They must be protected, sir. They must be given their dignity. So we know that, as KCG rightly mentioned, 233 rupees for a day, who have to work 12 to 14 hours, not allowed to do any other work. They have to take care of the maternal health care. They have to take care of the child health. They have to take care of the immunization. They have to take care of the disease surveillance. They have to take care of the palliative care and what not, sir. Still they are continuing to be underpaid and overburdened. We term them as health activities, accredited social health activists, and we treat them as underpaid and overburdened activists. This cannot continue like this, ma'am. The government must take an important and urgent stand on this particular issue. We cannot see them toiling hard for their minimum wages, ma'am. COVID-19 period was someone who were not ready to even visit, even when the relatives were not ready to visit our homes. These people came to us. They protected us. They served us. They are treated as health professionals. But what in return, what are we giving in return, ma'am? This is not an injustice what they are asking for. They are not asking for a millionaire benefit. They are asking for their minimum wages, ma'am. So I urge the central government to listen to them. I urge the state government to listen to them, have a sitting with them, address their issue, address their concern, and let it be solved, ma'am, because they are very, very important for our primary health care. Different angles. Don't forget to subscribe and support this channel.